അന്റെ അല്ലോ ഇവൻ ഈ മുതുക്കിന്റെ പാപ്പയാണ്. ഇതുമ്പോ നീന്തിയാൽ തന്നെ ഇതിന് കൊണ്ടുപോകാം, പുഴയെ കൊണ്ടുപോകാം, പുഴയിൽ നീന്താൻ കൊണ്ടുപോകും. നീന്തിക്ക അങ്ങനല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി നീന്ത്, കൈ ഇങ്ങനെ ആക്കി നീന്ത്. രണ്ട് കൈയും ജല്ലേ ചാടാൻ വന്നത്. ഒന്ന് ചാട് വെള്ളത്തേക്ക്. ചാടണോ? ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ എങ്ങടെ വിട്ടപ്പോൾ പോണത് ഇന്ന് ബന്ധമൊക്കെ ആയിട്ടാണ് പോണത്. കുഞ്ഞിക്കാനെ കാർ പഠിപ്പിക്കാൻ. കുഞ്ഞിക്കാക്കാനെ കാറ് പഠിപ്പിക്കാനല്ല, ഓട്ടാൻ. ഓന് കാറ് എന്താ പഠിച്ചൊക്കെ ചെയ്തിക്കണ്, പുതിയ കാറൊക്കെ എടുത്തു ഷിഫ്റ്റ്. പക്ഷെ അതൊന്ന് എയിമാക്കണം വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പം കുട്ടാപ്പുണ്ട്, കുഞ്ഞിക്കാക്കുണ്ട്. ഇതാരാ നിന്റെ ഉള്ളിൽ കൂടെ കാണുന്നത് ഇവിടെ? അപ്പോൾ നമുക്ക് മുന്നിൽ കയറാം. ഇജ് പറഞ്ഞോ, സോനു പറഞ്ഞോ? ഞങ്ങള് വണ്ടി പഠിക്കാൻ പോവാ കുഞ്ഞിക്കാക്കാക്ക്. സ്പൾബർ ബാക്ക് ഇരിക്കോ? എന്നാ ബാക്ക് ഇരിക്ക് കുഞ്ഞിക്കാക്ക. കോ പാട്ട് ഓഫാക്ക്. പാട്ട് ഓഫാക്ക്. ഇതുണ്ടോ? ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ട് വരാം. ഇജ് ചായ അടിച്ചിട്ടില്ലേ? എന്നാ ഇറങ്ങി ചായ അടിച്ചാ പോയിക്കാ. പോ ചായ അടിച്ചാ പോ. ഞങ്ങൾ പേര് ഞാൻ ബാക്കിൽ ഇരിക്കലെന്നാ. പേരും ഞങ്ങൾ പേരും പിന്നെ എങ്ങോട്ടാണാവോ. അപ്പോൾ നമ്മൾ ഇനി കുഞ്ഞിക്കാക്കാൻ്റെ ഡ്രൈവിങ് ഇങ്ങനെ സാക്ഷ്യം വഹിക്കാൻ പോവാണ്. എന്തോട്ടാ പറയാല്ലേ ഡ്രൈവിനെ പറ്റി? തുടങ്ങിയില്ലല്ലോ അല്ലേ? ഇജ് പഠിച്ചില്ലേ? ഡ്രൈവിങ് പഠിച്ചില്ലേ? എങ്ങനെയുണ്ട് പണി? എന്താ അവസ്ഥ ഇപ്പം? ഇപ്പോഴും 1600 തന്നെ കൂലി? ആക്കണേ ഓഫായി. നിർത്തി നോക്കിയതാ. AC ഇട്ടില്ലേ? AC ഇട്ടി അല്ലെങ്കിൽ ചില്ല് താത്തല്ലേ? ഇജ പഠിപ്പിച്ചു കൊടുക്കണേ? ഇജല്ലേ ഇജ് പഠിച്ചിക്കണോ? വണ്ടി ഓട്ടാ അറിയോ? ഇല്ലേ? അപ്പം ബന്ധായിട്ടൊന്ന് ലീവാണ്, അല്ലെങ്കിൽ ഇപ്പൊ പണിക്ക് വന്നീനി അല്ലേ? ഞങ്ങളൊക്കെ ബന്ധായതുകൊണ്ട് ലീവാണ്. ആരാ പോണ് റോട്ടിലൊക്കെ? മെസ്സി നടന്നു പോണ്. മെസ്സിക്ക് ലിഫ്റ്റ് ആണോ? ഹലോ, ലിഫ്റ്റ് വേണോ? ലിഫ്റ്റ് വേണോ ഗ്രൗണ്ടിക്ക്? ആണ്ടേ ഏതാ അത് നിർത്തലിനിയൊക്കെ? ഓനെ എടുക്കാണോ? ഇജ്ജ് വണ്ടി എടുക്ക്, നമ്മളെങ്ങട്ടാ? എന്നാ പോട്ടെ. ഇജ്ജെന്താ കാട്ടണേ? ഇബനെന്താ കാട്ടണേ? ഇജ്ജല്ല, ഇബനെന്താ കാട്ടണേ? ഇബനക്ക് വണ്ടി ഓട്ടാ അറിയില്ലല്ലേ? അറിയോ? ആക്കണേ പിന്നെ ഓഫായി. ഹാഫ് ക്ലച്ചിലെടുക്ക്. അങ്ങനെ പതുക്കെടുക്ക. വണ്ടി തന്നെ നോക്കിയെടുക്ക, അത് കുഴപ്പമില്ല, അവലവിടെ നിർത്തിക്കോളും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇന്ന് എന്താ ഇന്ന് എല്ലാവർക്കും ലീവാണ്. പിന്നെ എന്തോ ഞാൻ കാര്യം പറയാന്നല്ലോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താ 1K അടിച്ചു ഇന്നലെ രാത്രി. ഞാനിങ്ങനെ റീഫ്രഷ് ചെയ്തോണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറി ഇങ്ങനെ റീഫ്രഷ് ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിലാണ് 1K സബ്സ്ക്രൈബർ ആയത്. ഓൾമോസ്റ്റ് ഇപ്പം 1 month ഒക്കെ കുഞ്ഞ് 1 month ആയോ തുടങ്ങിയിട്ട്? കുഞ്ഞാക്ക 1 month ഒന്നും ആയിട്ടില്ല. ഇല്ല, ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ നമ്മള് പേജ്. എനിക്കൊന്നൊരു 10-20 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? 20 ദിവസം കൊണ്ട് നമ്മൾ 1K സബ്സ്ക്രൈബർ ആയി. ഇതിന്റെ പകണോട്ടിരിക്കണേ കാണും, ഇപ്പൊ കാണും. അതാ പോണ്. അങ്ങനെ 1K സബ്സ്ക്രൈബർ ആയി, അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാല്ലാ ഇന്നും സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇങ്ങനെ ആഴ്ചയിൽ 2-3 വ്ളോഗ് വീഡിയോ ചെയ്യലുള്ളൂ. കാരണം നമുക്ക് ടൈം കിട്ടലില്ല. ഒന്നാമത് ഞാൻ ഷോപ്പിലൊക്കെ പോണോണ്ടും പിന്നെ
അല്ലാതെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ വീഡിയോസ് വർക്കുകളൊക്കെ ഉണ്ട് കുറെ. മറ്റേ എന്താ പറയുക, കൊളാബറേഷൻസും പ്രൊമോഷൻസും ഒക്കെ വരുന്നോണ്ടൊക്കെയാണ് നമ്മള് യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക. പക്ഷെ ഇൻഷാല്ലാ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. വ്ളോഗിന് വ്യൂസ് കമ്മിയാണ്, കുഴപ്പമില്ല. നമുക്കൊരു 200 വ്യൂസ് 300 വ്യൂസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടിൽ കിട്ടുന്നുണ്ട്. അത് വരും എന്ന് കരുതുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഷോപ്പ് പോണോണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടാത്തത്. പിന്നെ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാല് ഷോപ്പിൽ നിന്ന് നടക്കൂല. കാരണം ഞാൻ എന്താ പറയാ, ഷോപ്പിൽ കണ്ട് നിങ്ങളാ ഷോപ്പിന്റെ ഉള്ളും ഇതുപോലെ കാണുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ പോലെ കുട്ടാപ്പൂനെ ഇടക്ക് കാണണം, ഇടക്ക് കുഞ്ഞിക്കാക്കാൻ്റെ ഡ്രൈവിംഗ് ഒന്ന് കാണാം. ഇടക്ക് തപ്പനെ ഇത് നോക്കിക്കോ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ പറയ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയ്, ഇതിക്ക് നോക്കിയിട്ട് പറയ്. എല്ലാരും ഇങ്ങോട്ട് നോക്ക. ഈ എന്താ എനിക്ക് നാണം വരുന്ന എന്താ എനിക്ക് നാണം എന്താണ്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ പറയ്. ചെയ്യൂ. അതന്നെ. അപ്പൊ കുഞ്ഞാക്ക ഇമ്പ്രൂവ് ആയി. കുഞ്ഞിക്കാക്ക് കാറ് കോട്ടാൻ അറിയാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഓനിങ്ങനെ ഈ തിരക്കു കൂടെ പോകാനുള്ള ഒരു ഇതില്ലേ കണ്ടോ. ഇവിടെയൊക്കെ കുഞ്ഞാക്കായിട്ട് ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ഇത്ര ചെറിയ സ്പേസ് ഉള്ളൂ, ഇവിടെ കൊടുക്കും. പക്ഷെ അതല്ല, ഓന് ഈ തിരക്കു കൂടെ പോകാൻ. അതേപോലെ ഈ കയറ്റം കയറുമ്പോൾ നമ്മൾ ഈ ഹാഫ് ക്ലച്ചില് കയറ്റത്തിൽ നിർത്തിയിട്ട വണ്ടി എടുക്കൂലേ, അതുകൊണ്ട് റിസ്ക് ആണ്. അതുപോലെ കയറ്റത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ടേൺ വരുമ്പോ നമ്മളിങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യൂലേ, അപ്പൊ അതൊരു വിഷയമാണ്. പക്ഷെ അതൊക്കെ പഠിക്കും. വണ്ടി എടുത്തല്ലോ. ഇജെന്ന് പറഞ്ഞ ഇത് ഇടാൻ നിക്കല്ലേന്നോ? എന്താ അതിനെന്താ? കുട്ടാവ് എത്ര സൗണ്ട് അടിച്ചേ വണ്ടി? ചുമ്മാ അടിച്ചിട്ടില്ലേ? ഇന്നാള് ഇന്റെ കാറൊക്കെ ഓട്ടി നോക്കിനല്ലോ ഒന്ന്. അതൊക്കെ ഓട്ടിയല്ലോ അപ്പൊ ഇജൊക്കെ ഓട്ടിട്ടെന്നാ ഇന്റെ കാറ് എഞ്ചിൻ പണിക്കായി, എന്റെ വണ്ടി എഞ്ചിൻ പണിക്കായി ഗൈസ്. എന്റെ അടുത്തുള്ളത് ഇപ്പം ഒരു മാരുതി 800 2003 മോഡൽ MP5 എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ്. അത് ഞാനും കുഞ്ഞിക്കാക്കിയുമ്പാടെ എടുത്ത വണ്ടി ഞങ്ങൾക്ക് പഠിക്കാന്, ഓന് പഠിക്കാന്. ഞാൻ കുറെ മുന്നേ തന്നെ പഠിച്ചതാണ്. പിന്നെ അങ്ങനെ എടുത്തതിന് പിന്നെ വണ്ടി ഞാൻ എടുത്തു. ഇപ്പൊ അത് എഞ്ചിൻ പണിക്കായി. കുഞ്ഞിക്കാക്ക ഷിഫ്റ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അല്ല, ഞാൻ വണ്ടി ശരിയാക്കുന്നുണ്ട്. ഇൻഷാല്ലാ വണ്ടി ശരിയാക്കും. ഇത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ നാട്ടില്. നല്ല ആരോ നടുവില്, ഗ്രൗണ്ടിന്റെ നടുവില്. അതാകട്ടെ ഇവിടെ ഇങ്ങനെ ഇത്. അപ്പൊ അങ്ങനെ അപ്പോ സ്പീഡുണ്ടോ നമ്മള് ഇത് കൂടെ ഇനി പോണേ. നിലവാണല്ല പാതിരാവാണല്ല, ബലാലാണ് ബല്യോളാണ് ബായോളാണ് ദുബായില്. അല്ല പറ കുട്ടാവിടെ എന്താ പറയല്ലേ? ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞപ്പോ ഒരു ചടപ്പില്ലേ? പാസ്സായോ? +2 പാസ്സായില്ലേ? പിന്നെ എവിടെ നാജിലൊക്കെ? എവിടെ നാജില് നമ്മളെ വീഡിയോ കാണാണേ. ഇനിയിപ്പൊ കുട്ടാപ്പൂനെ കാണുമല്ലോ യൂട്യൂബില്. എന്താ ഇവിടെ എത്തിട്ടിരിക്കണത് നടു റോട്ടില്? സീറ്റ് ശരിയാക്ക. നമുക്ക് ഇങ്ങോട്ട് എടുത്തോ, രാമകുത്ത് റോട്ടിന് എടുത്തോ. അപ്പോ നമ്മള് പോയേ പോകാണ്. കുളിക്കാനൊന്നല്ല, ജസ്റ്റ് ഒരു കാണാൻ. ഈ ഇവന് പോയ കാണണമല്ലോ. അനക്ക് പോയ കാണണ്ടേ? ഇതൊക്കെ നീന്തോ? പോയാല് നീന്തോ? എങ്ങനെ നീന്ത? എന്റെ വീട്ടിൽ നിന്ന് നീന്തിയ മാരിക്ക അതേപോലെ നീന്തോ? ഒന്ന് നീന്തിക്കാൻ നോക്കട്ടെ. ചാടുവോ? അവിടെ നമുക്ക് സൈഡാക്കാം. അവിടെ നേരെ കൊണ്ടുപോയി നിർത്താം. ചാടുവോ? എന്നാ ചാടണം കേട്ടോ. അപ്പൊ അവിടെ സൈഡാക്കി നമ്മള് റിഡ്സ് ഒക്കെ അവിടെ ആൾക്കാരുണ്ടോണ്ടില്ലേ? ആള് കൊറേ ഉണ്ടായാലും പ്രശ്നമാണ്. ആ റിഡ്സിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് നിർത്തിക്കളാം. ഈ ഭാഗത്ത് കേട്ടോ, മതില് ഈ ഭാഗത്തേക്ക് നിർത്തിക്കളാം. കാരണം എന്താ വെച്ചാ അതിന്റെ തൊട്ട് താഴെ തെങ്ങാണ്. നല്ല തേങ്ങയും വീണാലോ. അങ്ങോട്ട് ചാരി കണ്ട അവിടേക്ക് കുറച്ച് മുന്നിൽ നിർത്തിക്കളാം. ഇങ്ങോട്ട് അടുപ്പിച്ചുമ്പോ നോക്ക് മതിലാണ്.
ഒരു കല്ലൊക്കെ ഉണ്ട് അവിടെ. അവിടെ എടുത്തു മതി മതി. ഇല്ല പോയ പറഞ്ഞിട്ട് പോയാലൊന്നും കാണുന്നില്ലല്ലോ, വെള്ളമൊന്നും മരുഭൂമി ആക്കണല്ലോ. പിന്നെ അല്ല അത് കയറ്റില്ല, ഓഫാക്കല്ലേ, ഒന്ന് ഓണായിക്ക. നല്ല കാറ്റി. ഇനി ബൈ AC ഇട്ടിട്ടില്ലേ ബാബാ പോയ പോണ്ടേ? എങ്ങനെ വാതിലോർക്കേ? അതിനെന്നെ കൊണ്ടോണില്ല, ഇതിന്റെ ഉള്ളിൽ ഇരുത്താണ്. ഇതിവിടെ ഇരുന്നോ? അന്നെ കൊണ്ടോണില്ല, അന്നതിന്റെ ഉള്ളിൽ ഇരുത്താണ്. ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടോ, പോയാണ്, പേടിയാണ്. വെള്ളത്തേക്ക് വീണാലോ? അനക്ക് പേടിയില്ലേ? ഞങ്ങക്ക് പേടിയാണേ, ഇജ് വീണാലോ? എന്നാ ബാ. ജല്ലേ ചാടാൻ വന്നത്? എന്നാ ചാട് വെള്ളത്തേക്ക്. ചാടണോ? കൈ 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 ഇതാക്കണം കേട്ടോ. അതെ, നിങ്ങളതെ വെറുതെ ഇന്നുണ്ടാവില്ലല്ലേ ഇതായിട്ട്? അനക്ക് ഇറങ്ങണ്ടേ? ഓന്ന് ഇറക്കി അവിടുക്കോ നദി കൂടെ പോവാ. അതെ പഠിച്ചോനെ നോക്കിട്ടോ, വണ്ടി ലോക്കാക്കില്ലേക്ക. ഇതുകൂടെ പോവല്ലേ? എന്റെ ലുക്ക് നാട്ടി കൊടുത്താ 1x ഇട്ടിട്ട്. അപ്പൊ നമ്മള് 1x ഇട്ടാ മതിട്ടോ. അപ്പൊ ഞങ്ങൾ ഉണ്ടാവും പാടേ പോയ കാണാൻ വന്നാണ്. എന്താ പറയല്ലേ എനിക്ക്? പോയ കാണാന്. എന്താ നമ്മളെ വീഡിയോ കാണുന്നവരോട് പറയല്ലേ? എല്ലാരോടും വരാൻ പറയും പോയ കാണാന്. എല്ലാരും വരണം പോയ കാണാന് പറയും. എല്ലാരും പോയ കാണാന്. എന്നാ പേര് കജ്ജു പിടിട്ടോ. ഓഫാക്കി ജി ഇപ്പള ഓണാക്കണ് അല്ലല്ലേ? എന്നാ നടക്ക്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബർ ആയതിനെ പറ്റി ആഘോഷം വേണ്ടോ? കേക്ക് കുറിക്കല്ലേ? കഠിനമായ പാതയിൽ ഇമ്മ വിളിച്ചിട്ടുണ്ടല്ലോ. ഇറങ്ങിക്ക, ഇറങ്ങില്ലേ? കൈ വിട്ടലാ? അല്ല ചെരുപ്പ് ഊരിച്ചലാ. ചെരുപ്പ് ഇവിടെ ഊരി, ചെരുപ്പ് ഇവിടെ ഊരിക്ക്. ഞങ്ങൾ പോയിക്കോ, ഞാനും വരാം. കുപ്പായൂരിയാ? എന്നാ കുപ്പായൂര്. പോയിക്കാ അവിടുന്ന് ഇജ് നീന്തിക്ക. കുപ്പായൂരിവാ? ഓള് മാത്രം? എവിടെയൊക്കെ? അവിടെയും പോയ ആളുണ്ടോ? എവിടേക്ക് പോയ ആളില്? എവിടെ? നിങ്ങളെ ചിരിച്ച ഹാപ്പി ആയി. അല്ലാ ഫോണിപ്പ ചാടി. കുട്ടാപ്പോ നമ്മളെ മറ്റേ ഇതുണ്ടാക്കാൻ വേണ്ടീട്ടേ കല്ലൂർക്കാൻ ഓർമ്മ എനിക്ക് ഇവിടേക്ക് അക്കോറി ഉണ്ടാക്കാൻ വേണ്ടീട്ട് അല്ലേ? അല്ലാ അതെ, ഇതിങ്ങനെയാണ്. ഞങ്ങളേ വെള്ളപ്പൊക്കത്തിന്റെ ടൈമിലേ അന്ന് ഇവിടെ ഫുള്ള് മറ്റു മഴ പെയ്ത ടൈമിലില്ല ഇവിടെ ഈ സ്ഥലമൊക്കെ കണ്ടു നിങ്ങള്, ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് എന്താ വെള്ളം, അതായത് ഒഴുക. ഈ ഡാം, ഈ സാധനമൊക്കെ കണ്ടോ, ഡാം പോലുള്ള ഇതൊക്കെ വെള്ളം എന്താട്ടുന്നത് ഫുള്ള് ഒഴുകി മറിയുന്ന ടൈമില് ഞാനും ഇതാക്കണേ ഇബനും പാടെ ഇങ്ങനത്തെ കല്ലുകളുണ്ടോ, ഈ സാധനം ഇങ്ങനത്തെ കല്ലിന്റെ അക്കോറിയത്തിലിടാൻ ഞാനൊരു അക്കോറിയം ഉണ്ടാക്കാൻ നിന്നിന്. അത് പാളീസായി. അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് വേസ്റ്റും കുഴിയാക്കി ഇടാൻ വേണ്ടിയിട്ട് എന്തിനാ കല്ല് വറുക്കാൻ വന്നീനി.
ഒരു പൊരി മഴയത്ത് അല്ലേ? ഏതായാലും എന്നാ വിട്ടാലോ? പോരെ? ജി ഹാപ്പി ആയില്ലേ? മതിയില്ലേ? പോലെതാ ഇതുവരെ. അപ്പൊ എന്താ ബിലോട് എന്താ പറയല്ലേ? എന്തേലും പറ വീഡിയോയിൽ നോക്കിയിട്ട്. രസമുണ്ടോ? പോയ രസമുണ്ടോ? ഡീക്ക് നോക്ക് ചെയ്. എന്താ നോക്കാത്ത? അന്റെ അല്ലോ ഇവം ഈ മുതുക്കന്റെ ഹാപ്പാപ്പയാണ്. ആ ശരിയാ. അയ്യോ ഇന്റെ ആപ്പാപ്പയാണ് നിക്കണത്. ഇന്റെ ഉപ്പാന്റെ അഞ്ചം ഫാദർ അനിയൻ. ഇവന്റെ അന്റെ ആരായിട്ട് വരിക അപ്പൊ? അനിയല്ലേ? അതായത് ഇന്റെ ഉപ്പാന്റെ അമ്മോന്റെ കുട്ടിയാണത്. പക്ഷെ ഇന്റെ ഉപ്പാക്കും ഇന്റെ ഉപ്പാന്റെ അമ്മോനൊക്കെ ഏകദേശം ഒരേ പ്രായമാണ്. ഇപ്പൊ ചെറുപ്പത്തിലേ കെട്ടിയോണ്ട് ഞാൻ മുതുക്കനായിട്ടൊന്നുമില്ല. 22 years old ഉള്ളി. 22 years old ഉള്ളില്ല. ഇങ്ങോട്ട് വന്ന മതിട്ടോ. ഇന്ന് പോരാ? എത്ര പോരാ എനിക്ക്? എന്നാ പോവാ. ചെരുപ്പിടട്ടെ.